ഒറ്റ കാര്യം ഞങ്ങൾ ഗാന്ധിയെ നിത്യം സ്മരിക്കുന്നവരാണ്. സോണിയാഗാന്ധിയാണ്. നിങ്ങളെ ഗാന്ധി സോണിയാഗാന്ധിയാണ്. നിങ്ങൾ ഗാന്ധിയെ തള്ളി പറഞ്ഞവരാണ്. ഞാൻ ഒറ്റ ചോദ്യം, സവർക്കറുടെ ഫോട്ടോ ഗാന്ധി ഓർത്തിട്ടില്ല. കോൺഗ്രസിനെ പിരിച്ചുവിടാൻ വന്നവരല്ലേ? ഗാന്ധി കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പറഞ്ഞാലേ? കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പറഞ്ഞാലേ? ഇതന്നെയാണ് അപമാനിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അപമാനിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്തൊരു സ്നേഹം. ഓ, ഇത് ആരാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നത്? ആരാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചത്? ഒറ്റ ചോദ്യത്തിന് മറുപടി വന്നാൽ മതി. അയാളെ ആരാ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? അയാൾ ഏത് സംഘടനയെ പറ്റിയ ആളായിരുന്നു? അത് മാത്രം മതി മറുപടി. കേരളത്തിൽ കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അത് മാത്രം മതി സന്ദീപ്, എനിക്ക് മറുപടിയായിട്ട് അത് മാത്രം മതി. ഒറ്റ ചോദ്യം, താങ്കൾ പിന്നെ ഈ സേവനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പൊ എന്താ? അതിന്റെ പേരെന്താ? ആരാ പേര് മാറ്റിയത്? ഞങ്ങളാണോ മാറ്റിയത്? അത് മതി എനിക്ക് ബാക്കി ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മറുപടികൾ അതൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ട് ചോദ്യം കൊണ്ട്, ഈ രണ്ട് ചോദ്യത്തിന്റെ മറുപടി കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകും നിങ്ങളുടെ മഹാത്മാഗാന്ധിയോടും അതുപോലെ ദേശീയ നേതാക്കന്മാരോടുമുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് എന്ന്. മനസ്സിലായില്ലേ? ഇവിടെ ഗോഡ്സെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് നമുക്കറിയാം. ഇവിടെ പാർലമെന്റിന്റെ ഹാളുകളിൽ RSSന്റെയും ജനസംഘത്തിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചത് ഈ മഹാത്മാഗാന്ധിയെ ഉൾപ്പെടെ എന്താ പറയുന്നത് ഇക്വലൈസ് ചെയ്യാൻ ശ്രമിച്ച നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അപ്പോൾ ഇതുപോലെ പ്രധാനമന്ത്രിക്ക് ഒന്നുകിൽ വിവരക്കേട് പറയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നു. ഇതിൽ ഏതാണ് എന്ന് BJP നേതൃത്വം പറഞ്ഞാൽ മതി. ഇതിൽ ഏതാണ് സംഭവിച്ചെന്ന് BJP നേതൃത്വം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ വിവരക്കേടാണെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇനി അദ്ദേഹത്തെ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അത് അപരാധമാണ്. ഇന്ത്യയോട് ചെയ്യുന്ന അപരാധമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനോട് ചെയ്യുന്ന അപമാനമാണ്. അതിന് മറുപടി അർഹിക്കുന്നില്ല. കാരണം ഇത്രയേറെ ലോകം ഇത്രയേറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള, ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തി, ആ അർദ്ധനാരി വസ്ത്രധാരി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ലോകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സേവനം, മഹത്വം, അദ്ദേഹത്തിന് കൊടുത്തുള്ള ലോകം നൽകിയിട്ടുള്ള ബഹുമാനം, അത് തൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഈ പ്രധാനമന്ത്രി ഇന്ത്യക്ക് അപമാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ കൂടുതലൊന്നും താങ്കളുടെ പിന്നെ വന്നിരുന്ന് ഘോരഘോരം ഞങ്ങളിങ്ങനെ മഹാത്മാഗാന്ധി അങ്ങ് എല്ലാ ദിവസവും രാവിലെ ഓർക്കുന്നുണ്ട്. എന്താണ് ഗോഡ്സെ വെടിവെച്ചൊന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? ഗോഡ്സെയാണ് വെടിവെച്ചൊന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? നിങ്ങൾ എന്തായി പറയുന്നേ? ഞങ്ങൾ എല്ലാ ദിവസവും മഹാത്മാഗാന്ധിക്ക് വേണ്ടി പിന്നെ സ്തുതിഗീതം പാടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ച് തള്ളും. സന്ദീപേ, നിങ്ങളെ പുച്ഛിച്ച് തള്ളും. നിങ്ങൾ ആ മഹാത്മാവിനോട് ചെയ്തിട്ടുള്ള പ്രവൃത്തി ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ മനസ്സിൽ അദ്ദേഹം ഹേ റാം എന്ന് വിളിച്ച് കിടക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, ഇന്നും നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളു പെടയും. മനുഷ്യനത് ചെയ്യാൻ കഴിയില്ല. മൃഗങ്ങൾക്കേ കഴിയൂ. മൃഗങ്ങൾ പോലും ഇതിന് കേസെടുക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം അതിലുണ്ട്.